നമസ്കാരം. ഇന്ന് ക്യാപ്റ്റൻസി ടാസ്ക് ഉണ്ടായിരുന്നു. അതിനകത്ത് ടാസ്ക് എല്ലാ പ്രാവശ്യത്തിലും വിപരീതമായിട്ട് ഇന്ന് ആ 3 ക്യാപ്റ്റന്മാർ, അതായത് ഒനീലിനും ജിഷിനും നമ്മുടെ റെന ഫാത്തിമയ്ക്കും അവർ ചെയ്യാൻ പോകുന്ന പുതിയ നിയമങ്ങൾ, ക്യാപ്റ്റനായാൽ ചെയ്യാൻ പോകുന്ന പുതിയ കാര്യങ്ങൾ 5 എണ്ണം പറയാമായിരുന്നു. അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന മറ്റുള്ളവർ അവർക്ക് വോട്ട് കൊടുക്കുന്നു. അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾക്ക് ടാസ്ക് ചെയ്യാൻ സമയം കൂടുതൽ കിട്ടും. അപ്പം ഇവർ 5 പേരും 3 പേരും അവരുടെ പുതിയ നിയമങ്ങൾ 5 എണ്ണം വെച്ച് പറഞ്ഞു. അവരുടെ ടാസ്കിനകത്ത് അവർക്ക് വിജയിച്ചത് ഒനീലാണ്, രണ്ടാമത് ജിഷിനും, 3 റെനയും. അപ്പം അവർക്ക് ടാസ്ക് ഇതായിരുന്നു: സ്റ്റിക്കി നോട്ട്സ്, ക്യാപിറ്റൽ എഴുതി സ്റ്റിക്കി നോട്ട്സ് ഒരു ബോർഡ് ഉണ്ട്, അവത്തെ കൊണ്ട് ഒട്ടിക്കണം. ഏറ്റവും കൂടുതൽ സ്റ്റിക്കി നോട്ട് ഒട്ടിക്കുന്ന ആൾക്കാണ് ക്യാപ്റ്റൻ. അതിനകത്ത് കാര്യം ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ഒനീലാണ് കുറച്ച് സമയം കൂടുതൽ കിട്ടും, അതിൽ കുറവ് ജിഷിന് കിട്ടും, അതിൽ കുറവ് റെന. ആദ്യത്തെ ബില്ലടിക്കുമ്പം ഒനിൽ തുടങ്ങും, രണ്ടാമത്തെ ബില്ലടിക്കുമ്പം ജിഷിൻ തുടങ്ങും, മൂന്നാമത്തെ ബില്ലടിക്കും. ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും റെന ഫാത്തിമ വിൻ ചെയ്യുന്നു, കാരണം ആള് സ്ലിം ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് ടാസ്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കും. അതേപോലെ തന്നെ ഒനീലിന് തീരെ കുറച്ചേ വോട്ട് കിട്ടാൻ സാധ്യതയുള്ളൂ. ഒനീലിന് ഒരു കണക്കിന് സമയം കൂടുതൽ കിട്ടും, അപ്പം ചിലപ്പോൾ ജയിക്കുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ പുള്ളി ഫാറ്റ് ആയതുകൊണ്ട് പുള്ളിക്ക് ഓടി ഇടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ജിഷിനാണ് പക്ഷേങ്കിൽ ടാസ്കിൽ ജയിച്ചത്. അതിനകത്ത് മറ്റൊരു കാരണം കൂടെ, റെനയും ഒനീലും ഒട്ടിച്ചോണ്ടിരുന്ന സ്ഥലത്ത് ഭയങ്കര കാറ്റടിക്കുന്നതായതുകൊണ്ട് അവരുടെ പെട്ടെന്ന് പറഞ്ഞു പോകുമായിരുന്നു. പക്ഷേ ജിഷിൻ്റെ അത്രയും പോയില്ല. ഇവർക്ക് ഈ ബുദ്ധി തോന്നി ഇവർ അവിടെ ഒട്ടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ടാസ്ക് കഴിഞ്ഞ് പോവുകയും ചെയ്തു. ഏതായാലും കൊള്ളാം, ഇന്ന് ജിഷിൻ്റെ ദിവസമായിരുന്നു, ജിഷിൻ ജയിച്ചു. പിന്നെന്താ സംഭവിക്കുന്നത്, നമ്മൾക്ക് ഇത് ഡിവൈഡ് ചെയ്യുന്നു. കിച്ചൺ ടീം, ടോയ്ലറ്റ്, ഫ്ലോറ്, അങ്ങനെ ഓരോന്നായിട്ട് ഡിവൈഡ് ചെയ്തു. ഈ കപ്പും ഗ്ലാസ്സും ഒക്കെ എടുക്കാൻ അനീഷിനെ ഏർപ്പെടുത്തി. അപ്പം കിച്ചൺ ക്യാപ്റ്റൻ ആരാണ്? നമ്മുടെ അനുമോളാണ്. അതിനകത്ത് നമ്മുടെ നിവിനും ഉണ്ടെന്നുള്ളതാണ് വളരെ രസകരമായ കാര്യം. അതേപോലെ തന്നെ ടോയ്ലറ്റ് ബിന്നിയാണ് ക്യാപ്റ്റൻ. അതിനകത്ത് ആര്യനും അക്ബറുമാണുള്ളത്. ഫ്ലോറിനകത്ത് ജിസേലൊക്കെയാണുള്ളത്. അപ്പം ഇതൊക്കെയാണ് ഇന്ന് ഉച്ചവരെ നടന്ന സംഭവങ്ങൾ. ഇന്നിനും പ്രത്യേകിച്ച് ടാസ്ക് ഒന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നു. എന്തായാലും എന്തൊക്കെ സംഭവിക്കുമെന്ന്, കള്ളനെ കപ്പലേൽപ്പിച്ചവരാണ് നിവിനെ അടുക്കള ഏൽപ്പിച്ചിരിക്കുന്നത്. നമുക്ക് എന്താ സംഭവം എന്ന് കണ്ടറിയാം.